നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മുടെ ടോട്ടോ ചാൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലേ, എന്താണ് എ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ്, അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 ചെയ്തിരുന്നു, പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആക്ടിവിറ്റി 7 നോക്കൂ മക്കളെ. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. മേക്ക് ആൻ എൻട്രി in Toto Chan's diary, imagining yourself to be Toto Chan. അപ്പോൾ നിങ്ങൾ ടോട്ടോ ചാൻ ആണെന്ന് വിചാരിച്ചു കൊണ്ടൊരു ഡയറി എഴുതിയേ. എങ്ങനെ? നമ്മൾ ടോട്ടോ ചാൻ ആ യാത്ര ഒരിക്കലും മറക്കില്ല, അത്ര നല്ല യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങളായിരുന്നു ടോട്ടോ ചാൻ എങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതും? ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ദാറ്റ് ട്രിപ്പ് ടു ടോയ് was so special. ആ ടോയിലോട്ടുള്ള യാത്ര ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഐ വാസ് എക്സൈറ്റഡ് ആൻഡ് ലിറ്റിൽ നെർവസ്. എക്സൈറ്റഡുമായിരുന്നു, കുറച്ച് നെർവസുമായിരുന്നു. ദ ട്രെയിൻ റൈഡ് ആൻഡ് ദ ഷിപ്പ് വെയർ സോ മച്ച് ഫൺ. ട്രെയിനിലുള്ള യാത്രയും ഷിപ്പിലുള്ള യാത്രയും ഒക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. വി ലോഫ്ഡ് സോ മച്ച്. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് അമേസിങ്. ആ സീയിലെ ഹോട്ട് സ്പ്രിംഗ് അമേസിങ് ആയിരുന്നു. അറ്റ് നൈറ്റ് വി ടോൾഡ് ഗോസ്റ്റ് സ്റ്റോറീസ് ആൻഡ് ഫെൽറ്റ് സ്കെയർഡ്. രാത്രിയിൽ പ്രേതകഥയൊക്കെ പറഞ്ഞ് പേടിച്ചു. വി സോ എ മാൻ ബിൽഡിങ് എ ബോട്ട് ഓൺ ദ ബീച്ച്. ഒരു ആൾ ബീച്ചിൻ്റെ അടുത്തിരുന്ന് ബോട്ട് ഉണ്ടാക്കുന്ന കണ്ടു. ഹി ഗേവ് മീ എ വുഡ് ഷേവിങ് ആൻഡ് ഐ കെപ്റ്റ് ഇറ്റ് വിത്ത് മീ. അയാൾ എനിക്കൊരു വുഡ് ഷേവിങ് തന്നു, തടിക്കഷ്ണം തന്നു, ചീവിയ തടിക്കഷ്ണം തന്നു. ഞാനത് എന്നോടൊപ്പം വെച്ചിട്ടുണ്ട്. ദ ഗ്രൂപ്പ് ഫോട്ടോ വി ടുക്ക് ബ്രിങ്സ് ബാക്ക് ഓൾ ദോസ് ഹാപ്പി മെമ്മറീസ്. അപ്പോൾ ആ ദിവസം കടന്നു പോയല്ലോ, ഇനി ആ ഓർമ്മകൾ എനിക്ക് എങ്ങനെയാണ് തിരിച്ച് കിട്ടുന്നത്? ആ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാൽ മതി. ദാറ്റ് സമ്മർ വെക്കേഷൻ വിൽ ഓൾവേസ് ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ടൈംസ്. അന്നത്തെ ദിവസമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന്. അടുത്ത ആക്ടിവിറ്റി 8 നോക്കിയേ. റീഡ് ദ കോൺവെർസേഷൻ ബിലോ. താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ വായിക്കുക. Ghazal, what are you doing there? Ghana, I am watching a movie. Ghazal, what about your brothers? Ghana, they are playing football. Ghazal, is your sister with them? Ghana, no, she is doing her homework. In all these sentences, some actions are in progress and ing is used to show it. മക്കളെ, ing എന്നുള്ള ഫോം എന്തിനാണ് ഇടുന്നത്? കണ്ടിന്യൂസ്, എന്താണ്, നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പ്രോഗ്രസ് കാണിക്കാനായിട്ട്. Compare the responses in the above conversation with the one given in bold letters in the following paragraph. അപ്പോൾ നേരത്തെ തന്നിട്ടുള്ള am watching, are playing, is doing, ഇത് ഇത്രയും കണ്ടോ? ഇതുമായിട്ട് താഴെ തന്നിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യണം. എന്താണ്? Now then, said the headmaster when they had all assembled to start the trip. We are traveling by train and by ship. ഇവിടെ ബോൾഡായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് എനി ഓഫ് യു ഗെറ്റ് ലോസ്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അതിവിടെ വേണ്ട. നോക്കേണ്ടത് വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. ഹിയർ ആർ 2 more sentences of the same type. എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ ഈസ് കമ്മിങ് ടുമോറോ. മൈ ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. പ്രോഗ്രസ് കാണിക്കാനാണെന്ന് പറഞ്ഞു, അത് ഓർക്കണം. ഇൻ ദ അബോവ് സെൻറ്റൻസസ് ing ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് പ്ലാൻഡ് ഫോർ ഫ്യൂച്ചർ. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇത് ടെൻസ് ആണ്. എന്താണ്? ടെൻസ്. നിങ്ങൾക്കറിയാമല്ലോ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അങ്ങനെ 3 ടെൻസ് ഉണ്ട്. പ്രസൻറ്റിലും പാസ്റ്റിലും ഒക്കെ ing ഉണ്ട്. എന്താണ്? പ്രോഗ്രസ് കാണിക്കാൻ, നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രോഗ്രസ് കാണിക്കാനായിട്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത് എന്ന് കാണിക്കാനാണ് നമ്മൾ ing ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് നോക്കിയേ, ഈസ് കമ്മിങ്, ഈസ് ഗെറ്റിംഗ്, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ, ഇതൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുന്നത് ഫ്യൂച്ചർ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ing നമ്മൾ എന്തിലും ഉപയോഗിക്കും? ഫ്യൂച്ചറിലും ഉപയോഗിക്കും. ഐ ആം ഗോയിങ് ടു വാച്ച് എ മൂവി. ഞാനൊരു മൂവി കാണാൻ പോകുകയാണ് നാളെ. അതൊക്കെ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം. അപ്പോൾ ing എന്ന് പറയുന്നത് കണ്ടിന്യൂസും ഉപയോഗിക്കാം, ഫ്യൂച്ചർ ടെൻസിലും ഉപയോഗിക്കാം. ഇനി വരാൻ പോകുന്നത് പ്രൈം മിനിസ്റ്റർ ഈസ് ഗോയിങ് ടു, പ്രൈം മിനിസ്റ്റർ ഈസ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? കമ്മിങ് ടുമോറോ, നാളെ വരും. അതും പ്രൈം മിനിസ്റ്റർ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാലും മതി, അതാണ് ഫ്യൂച്ചർ. പക്ഷേ ഇവിടെ ഈസ് കമ്മിങ്ങും എന്ത് കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഫ്യൂച്ചർ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ.
ഇനി ലുക്ക് അറ്റ് ദിസ് കോൺവെർസേഷൻ. വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഐ ആം വിസിറ്റിംഗ് മൈ ഓട്ട്. വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ആൻറ്റിയെ കാണാൻ പോവുകയാണെന്ന് പറയും. മെൻഷൻ സം ഓഫ് ദ തിങ്സ് യു പ്ലാൻ ടു ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. നെക്സ്റ്റ് വെക്കേഷനിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്ലാൻ ഉണ്ടല്ലേ? എന്തായാലും കുറച്ച് പ്ലാൻ ഞാൻ പറയാം. ഇവിടെ തന്നിട്ടുണ്ട്, ഐ ആം ജോയിനിങ് ദ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ബിഗിനിങ് ഓൺ 10th April. ഏപ്രിൽ 10 എന്ത് ആരംഭിക്കുന്നു? ഫുട്ബോൾ ക്യാമ്പ്, കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്യും. ഇനി ഐ വിൽ സ്പെൻഡ് ടൈം റീഡിങ് ന്യൂ ബുക്സ്. ഐ ആം പ്ലാനിങ് ടു ഗോ ഫോർ എ ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. I will engage in outdoor fun with friends. I will improve my art skills. I am planning to visit my cousin's home. I am planning to watch some movies. I am planning to help my mum in our house chores. ഇത്രയുമൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 9, ആക്ടിവിറ്റി 9, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് അനലൈസ് ദ യൂസ് ഓഫ് ഫ്രേസ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് അമിഡ് ഷിപ്പ് ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദി അതർ സേയിങ് oops. നമ്മളെ വായിച്ച ഭാഗമാണ്. It was so funny that the children couldn't help laughing even though they felt so seasick. ആ ഊപ്സ് എന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ പോയില്ലേ, അപ്പോൾ ആ കുട്ടികൾക്ക് അവിടെ ഇരുന്ന മറ്റു കുട്ടികൾക്ക് സീസിക്കായിട്ടിരുന്നിട്ട് പോലും ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അതിനാണ് കുഡിൻ്റെ ഹെൽപ്പ് ലോഫിംഗ് എന്ന് പറഞ്ഞത്. എന്താണ്? ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. തന്നിരിക്കുന്ന ടേബിൾ കണ്ടോ? സിറ്റുവേഷൻ, റെസ്പോൺസ്, യൂസേജ്. സിറ്റുവേഷൻ, ഇറ്റ് വാസ് സോ ഫണി. റെസ്പോൺസ്, ദേ കുഡിൻ കൺട്രോൾ ദംസെൽസ് ഫ്രം ലാഫിംഗ് ദോ ദേ വെയർ സീസിക്ക്. യൂസേജ് എന്താണ്? ദേ കുഡിൻറ്റ് ഹെൽപ്പ് ലോഫിംഗ്, അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ഹീ വാസ് വെരി ടയേർഡ്. ഐ ഫെൽറ്റ് സിമ്പതി ടുവേർഡ്സ് ഹിം. ഇനി ഡാഷ് ആണ്. ഈ ഡാഷ് എവിടെ നിന്ന് ഫില്ല് ചെയ്യണം? അതിൻ്റെ ഓപ്ഷൻസ് മുകളിൽ തന്നിട്ടുണ്ട്. എന്താണ്? ബട്ട് മൈ ഫ്രണ്ട് ലൈക്ഡ് ഇറ്റ്. ദേ വെയർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. വി കുഡിൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം. ഇതിലേതാണ് ഇവിടെ മാച്ചായിട്ട് വരുന്നത്? ഹീ വാസ് വെരി ടയേർഡ്. അവൻ ഭയങ്കര ടയേർഡായിരുന്നിട്ട് പോലും എനിക്ക് അവനോട് സിമ്പതി തോന്നി. ഐ കുഡിൻറ്റ് ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം. എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. ദ ഫിലിം വാസ് ബോറിങ് ടു മീ. ഫിലിം എനിക്ക് ബോറിങ് ആയിരുന്നു. ബട്ട് മൈ ഫ്രണ്ട് ലൈക്ഡ് ഇറ്റ്. പക്ഷെ എൻ്റെ കൂട്ടുകാരന് ഇഷ്ടപ്പെട്ടു. സോ ഐ കുഡിൻറ്റ് ഹെൽപ്പ് സ്റ്റേയിങ് ടു വാച്ച് ടിൽ ദ എൻഡ്. അതുകൊണ്ട് എനിക്ക് അവസാനം വരെ അവിടെ കുത്തിയിരുന്ന് കാണേണ്ടി വന്നു. അടുത്തത്, ദേ വെയർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. അവരൊരു സീക്രട്ട് കോൺവെർസേഷനിലായിരുന്നു. ഐ ഡിഡൻറ്റ് വോണ്ട് ടു ഹിയർ ഇറ്റ് ബട്ട് ഐ കുഡിൻറ്റ് ലീവ്. എനിക്ക് കേൾക്കണം ഒരു താല്പര്യമില്ല, പക്ഷേ എനിക്ക് പോവാനും പറ്റിയില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഓവർ ഹിയറിങ് വാട്ട് ദേ വെയർ സേയിങ്. അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. ദ അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ റൂൾ. അതോറിറ്റീസ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു അസ്. പക്ഷെ ഞങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയില്ല, സ്വീകരിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? വി കുഡിൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. അത് ശരിയായില്ലല്ലോ എന്ന് ചോദിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അത്രയേ ഉള്ളൂ. ഇനി റീഡ് ദ ഫോളോയിങ് പ്രൊഫൈൽ. പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ആസ് എ പാരഗ്രാഫ് ബിലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് ഓപ്ഷൻസ് ഗിവൺ. പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഒരാളെ പറ്റി തരും കുറേ ഹിൻസ്. കണ്ടോ? ഇവിടെ തെസ്തുഗോ കുറിയോനഗിയാണ്. ബർത്ത് ഓഗസ്റ്റ് 9, 1933. നാഷണാലിറ്റി ജാപ്പനീസ്. പാരൻസിൻ്റെ പേരുണ്ട്, പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ, കരിയർ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെൻറ്റൻസ് ആക്കി ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. തന്നിട്ടുള്ളതിനകത്ത് കണ്ടോ? ജാപ്പനീസ് റൈറ്റർ തെസ്തുഗോ കുറിയോനഗി ഡാഷ് ഈസ് വാസ് ബോൺ ഇൻ ഓൺ ഓഗസ്റ്റ് 9, 1933 അറ്റ് ഇൻ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് എഴുതുക. അപ്പോൾ എന്തായാലും കറക്റ്റ് ഞാൻ പറയാം. ജാപ്പനീസ് റൈറ്റർ തെസ്തുഗോ കുറിയോനഗി വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 9, 1933 ഇൻ ടോക്കിയോ. ഷീ വാസ് ബോൺ ടു, അച്ഛൻ്റെ അമ്മയുടെ പേര് അടിപൊളി, മൊറിസുന കുറിയോനഗി ആൻഡ് ചോ കുറിയോനഗി. അച്ഛൻ്റെ പേര് എളുപ്പമുണ്ട്. She completed her education in Keio University and Tokyo College of Music. She is an actress. എന്താണ് ആൻ വന്നത്? എ വന്നതുകൊണ്ട് എ സൗണ്ട് വന്നുണ്ട്. ആൻഡ് എ ടെലിവിഷൻ പേഴ്സണാലിറ്റി. ഷീ ഈസ് എ ഗുഡ്വിൽ അംബാസഡർ ഫോർ യുനിസെഫ്. എന്താണ് യുനിസെഫ്?
യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യുഎൻഒയുടെ ഒരു സംഘടന. ഷീ ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡ് ആൻഡ് ജപ്പാനീസ് കൾച്ചറൽ ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ്, which is the highest television honor in Japan. Her masterpiece Toto-chan, The Little Girl at the Window, went on to sell over 8 million copies. കൂടുതലായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇപ്പം പറ്റത്തില്ല. കാര്യം എന്താണ്, ഒരു പാരഗ്രാഫ് എഡിറ്റിംഗ് പോലെയാണ്. എന്തുകൊണ്ട് അവിടെ അത് വന്നു, എങ്ങനെ അത് വന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങളുടെ വീഡിയോ ഇപ്പം തന്നെ ലെങ്തി ആയിരിക്കും, ഒരുപാട് അങ്ങ് ലെങ്തി ആയിപ്പോവും കേട്ടോ. അതുകൊണ്ട് അത്രയും ഒന്നും പറയുന്നില്ല. അപ്പം മക്കളെ ഇത്രയും നിങ്ങൾ നോക്കുക. ബാലൻസ് ഇനി അടുത്ത ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ. ഈ ടോട്ടോചാൻ്റെ ആ ചാപ്റ്റർ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മൾ ഇടും. പിന്നെ എക്സാമുമായിട്ടനുബന്ധിച്ച് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഇടും. നിങ്ങളതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയുള്ള മക്കളെ നല്ല മിടുക്കരായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോ തൊട്ട് പിറകെ ഇടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.